ഇന്ന് നട്ടുച്ചയ്ക്ക് നട്ടപ്ര വെയിലത്ത് നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു, അതും ബൈക്കിൽ. ഈ നട്ട വെയിലത്ത് നടത്തുന്ന എന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോഴാണ് വഴിയിൽ കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് കണ്ടോ കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 കരിമ്പ് ജ്യൂസിന് ഓർഡർ കൊടുത്ത് ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 2 പേരും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ്. നോക്കുമ്പോഴാണ് മുന്നിലൊരു കാറുണ്ട്, ബാക്കിലൊരു ഓട്ടോ ഉണ്ട്, അതിൽ നിറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കാണ് ഇപ്പോൾ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഓറഞ്ച് എടുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പീലിക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ട്. അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്കും അത്യാവശ്യം വിശപ്പും ദാഹമൊക്കെ വന്നിട്ടുണ്ട് തോന്നണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കഴിക്കട്ടെ. അപ്പോഴേക്കും കരിമ്പ് ജ്യൂസ് വരുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ് തീർന്നില്ല ഗേസ്, കരിമ്പ് ജ്യൂസ് വന്നിട്ടുണ്ട്. സ്ട്രോ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സ്ട്രോ ചോദിച്ച് വാങ്ങി. പിന്നെ അതാ പീലിക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിൽ നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് അരിനെല്ലിക്കയും പിന്നെ 2 നെല്ലിക്കയും പിന്നെ ഒരു തേൻ നെല്ലിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ബൈക്കിൽ പോണ വഴി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പീലിക്കുട്ടി 2-3 നെല്ലിക്ക കഴിച്ചതിന് ശേഷം ഞാൻ കരിമ്പ് ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. മടമടാന്ന് കുടിക്കുകയാണ് കേസ്. നല്ല ദാഹം ഉണ്ടായിരുന്നു. അത് നല്ല തണുത്ത കരിമ്പ് ജ്യൂസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാനും കവിതയും കൂടെ ഇവിടെ വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചി പിന്നെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നു, ഒരു ഗ്ലാസ് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് കരിമ്പ് ജ്യൂസ് കുടിച്ച് നേരെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാൻ, നല്ല വിശപ്പുണ്ട്. ഓക്കെ ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.